ഹായ്. നമുക്ക് നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും ആലോചിച്ചിട്ട് റിഗ്രറ്റ് ഉണ്ടാവാറുണ്ട്. പണ്ട് നമ്മൾ ചെയ്ത കാര്യങ്ങൾ ആലോചിച്ചിട്ടും ചെയ്യാത്ത കാര്യങ്ങൾ ആലോചിച്ചിട്ടും നമുക്ക് ഇപ്പോൾ റിഗ്രറ്റ് ഉണ്ടാവാറുണ്ട്. പലപ്പോഴും നമ്മൾ വിചാരിക്കല് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു ലൈഫ് നമുക്ക് ജീവിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്യേണ്ട ഒരു ലെവലിൽ നമ്മൾ എൻജോയ് ചെയ്തില്ല എന്നൊക്കെ ആലോചിച്ചിട്ടാണ് നമുക്ക് ഇപ്പോൾ റിഗ്രറ്റ് ഉണ്ടാവുന്നത്. പക്ഷെ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് ഇപ്പോൾ റിഗ്രറ്റ് ഉണ്ടാവുന്നത് നമ്മൾ മുന്നേ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു ലെവലിൽ ജീവിച്ചില്ല എന്നുള്ളത് ആലോചിച്ച് ബാഡ് അടിക്കാനല്ല, മറിച്ച് ഇറ്റ് ഈസ് മോട്ടിവേറ്റിംഗ് അസ് ടു ലിവ് അപ് ടു ദാറ്റ് എക്സ്പെക്ടേഷൻ റൈറ്റ് നൗ. അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മുന്നേ ആഗ്രഹിച്ച പോലത്തെ ഒരു ലൈഫ് ജീവിക്കാൻ വേണ്ടി നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ റിഗ്രറ്റ് നമുക്ക് ഇപ്പൊ ഉണ്ടാവുന്നത്. പണ്ട് നമ്മൾ ഒരുപാട് യാത്രകളൊന്നും ചെയ്തില്ല എന്നുള്ള ഒരു റിഗ്രറ്റ് നമുക്ക് ഉണ്ടെങ്കിൽ ഇറ്റ് ഷോയിങ് ദാറ്റ് യു ഷുഡ് ഡു ഇറ്റ് നൗ. അതേപോലെ നമുക്ക് നമ്മളെ ഒരു നൈസ് ആയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ പ്രസന്റ് ചെയ്യാൻ നമുക്ക് മുന്നേ പറ്റിയിട്ടില്ല എന്നുള്ള റിഗ്രറ്റ് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് യു ഷുഡ് ട്രൈ ഹാർഡർ നൗ. പണ്ട് നമ്മുടെ ഒരു ബെസ്റ്റ് വേർഷൻ അല്ലെങ്കിൽ ഒരു ഗുഡ് വേർഷൻ റിഫ്ലക്ട് ചെയ്യാത്ത പല തീരുമാനങ്ങളും നമുക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി ഷോവിങ് ദാറ്റ് യു ഷുഡ് തിങ്ക് ഡിഫറെന്റ്ലി. നമുക്ക് പണ്ട് നമ്മുടെ ഇഷ്ടം പ്രകടിപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിപ്പോൾ ആരോടും ആയിക്കോട്ടെ, മനുഷ്യരോടോ മറ്റെന്തെങ്കിലും കാര്യത്തിനോടൊക്കെ ആയിക്കോട്ടെ, നമുക്ക് ഇഷ്ടം ഉണ്ടായിട്ടും അത് എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ, അതേപോലെ നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടും നമുക്ക് സ്നേഹം കാണിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്നുള്ളൊരു റിഗ്രറ്റ് നമുക്ക് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി ഷോവിങ് ദാറ്റ് യു ഷുഡ് എക്സ്പ്രസ് ലവ് റൈറ്റ് നൗ. യു ഷുഡ് അപ്രിഷിയേറ്റ് പീപ്പിൾ റൈറ്റ് നൗ. ദാറ്റ്സ് ഇറ്റ്.